എരമം പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് നേന്ത്രവാഴയും ചേനയും കൃഷിയൊരുങ്ങുന്നു. വിഷരഹിത പച്ചക്കറിയിലൂടെ വിഷരഹിത ഭക്ഷണം ഭക്തർക്ക് നൽകുന്നതിനായാണ് ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കുന്നത്. എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ നേന്ത്രവാഴ കൃഷിയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും സമയം കണ്ടത്. അതൊരുക്കിയ കമ്മിറ്റിക്കാരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം വന്നത്? നമ്മുടെ എരമം ശ്രീ പുല്ലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 17 സംവത്സരങ്ങൾക്ക് ശേഷം ഈ വരുന്ന 2027 ജനുവരി മാസം 8 മുതൽ 11 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. ഈ പെരുങ്കളിയാട്ട മഹോത്സവ സമയത്ത് 4 ദിവസങ്ങളിലായി നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക. ഈ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ദേവീപ്രസാദമായ അന്നദാനം ഊട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ നിലക്ക് തന്നെ ഏറ്റവും വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, നാട്ടിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നതാണ് ആഘോഷ കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റെടുത്ത പ്രവൃത്തി. ഇതിൻ്റെ ഭാഗമായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുറ്റൂർ കൃഷിഭവൻ്റെയും സഹകരണത്തോടു കൂടി നമ്മുടെ പ്രദേശത്ത് 2 സ്ഥലങ്ങളിലായി നടുവിലേക്കുനിയും പുല്ലുവാറിയായി 500ഓളം നേന്ത്രവാഴയും അതുപോലെ തന്നെ 250ഓളം ചേനയും ഇപ്പോൾ കൃഷി ചെയ്ത് ഈ ഒരു 4 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം എന്നത് നമ്മുടെ മഴ മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ ജൈവ രീതിയിൽ വെള്ളരിയും അതുപോലെ തന്നെ മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ ഇവ ഉൽപ്പാദിപ്പിക്കുക, ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, വെണ്ട ഇതിനാവശ്യമായ കാരി ബാഗുകൾ മണ്ണ് നിറച്ച് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മഴ മാറിയ ഉടനെ തന്നെ ആ പ്രവൃത്തിയിലേക്കും സംഘാടക സമിതി നീങ്ങുകയാണ്. പൂർണ്ണമായും ക്ഷേത്രത്തിലെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും വിഷരഹിത ഭക്ഷണം വിളമ്പുക എന്നതാണ് നമ്മുടെ ഏറ്റെടുത്ത ഏറ്റവും വലിയ വീടുകളിലും ഇതേപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ വിവിധ വീടുകളിൽ സൗകര്യപ്രദമായ രീതിയിൽ സ്ഥലം ഉള്ളവർക്ക് അവർക്ക് 10 വീതം വാഴക്കന്നുകൾ നൽകിക്കൊണ്ട് ആ വാഴക്കന്നിൽ കിട്ടുന്ന നേന്ത്രവാഴ കുലയടക്കം ക്ഷേത്രത്തിൽ എത്തിക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വിഷാംശം കടന്ന പുറത്തുനിന്ന് വരുന്നതാണ് കരിവേപ്പില. ആ കരിവേപ്പില മുഴുവനായും നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ പ്രദേശത്തെ വീടുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് പൂർണ്ണമായും വിഷരഹിത പച്ചക്കറിയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്നദാനം നടത്തുക എന്നതാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി വിഭവ സമാഹരണ കമ്മിറ്റിയും അതുപോലെ തന്നെ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്തും എല്ലാ ദിവസങ്ങളിലും അവർ സൗജന്യമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പെരുങ്കളിയാട്ട ആഘോഷ കമ്മിറ്റിയും അതുപോലെ നാട്ടുകാരുടെയും കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും നിർലോഭമായ സഹകരണമാണ് നൽകി വരുന്നത്. വിഷരഹിത പച്ചക്കറി, അതിലൂടെ വിഷരഹിത ഭക്ഷണം ഏവർക്കും നൽകണമെന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ഈ മാതൃകാപരമായ പ്രവർത്തനം ഈ കമ്മിറ്റിക്കാർ നടത്തിയത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.